Dear students, welcome back to my YouTube channel. നമ്മൾ കഴിഞ്ഞ 6 വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിവിധതരം സ്കോളർഷിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് അതിനെ ഓൺലൈനായി അപ്ലൈ ചെയ്യുക, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ഇതിന്റെ വെബ്സൈറ്റ് ആയ മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അതിൽ നിങ്ങൾ ഓൾറെഡി ചിലപ്പം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിക്ക് അപ്ലൈ ചെയ്തവരുണ്ടാകാം. അപ്പോൾ അതിനും CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനും ഒരേ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഒന്ന്, ഇത് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നൽകുന്നത് മുസ്ലിം ലാറ്റിൻ കൺവേർട്ടഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. അതേപോലെ അവര് കേരളത്തിൽ ജനിച്ചവരായിരിക്കണം. പിന്നെ ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാം. അതേപോലെ സെൽഫ് ഫിനാൻസ് കോഴ്സ് ആണെങ്കിൽ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് അഡ്മിഷൻ ലഭിച്ച സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. അതേപോലെ ഇത് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിന് മെഡിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിനും ഉണ്ട്. പിന്നെ ഇതിന്റെ സ്കോളർഷിപ്പുടെ എണ്ണം ബിരുദ തലത്തിൽ 3000-ഓളം സ്കോളർഷിപ്പ് നൽകും, PG തലത്തിൽ 1000. അതേപോലെ പ്രതിവർഷം 5000 രൂപ ബിരുദ വിദ്യാർത്ഥികൾക്കും 6000 രൂപ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഈ സമയത്ത് ഇല്ല. ഹോസ്റ്റൽ സ്റ്റൈപ്പൻഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് 13,000 ആണ്. ഇതില് 13,000, 5,000 ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു സ്റ്റുഡന്റിന് ക്ലെയിം ചെയ്യാൻ പറ്റൂ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഫസ്റ്റ് ഇയറിന് ഒരാൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് സെക്കൻഡ് ഓർ തേർഡ് ഇയറിന് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ മിനിമം മാർക്ക് 50% ക്വാളിഫയിങ് എക്സാമിന് ഉണ്ടായിരിക്കണം. ഇൻകം ലിമിറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 lakh. BPL കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് ഉണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കണം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 18 ആണ്. നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നത് ഒന്ന് നോക്കാം. നമുക്കറിയാം, ഓൾറെഡി DCE സ്കോളർഷിപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, ഓൾറെഡി ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ, ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്കോളർഷിപ്പിന്റെ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കും. അതേപോലെ അപ്ലൈ ഓൺലൈൻ, യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡയറക്റ്റ് യു ടു ദിസ് പേജ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ. ദെൻ ഇവിടെ ബോർഡ് ഓഫ് മെട്രിക്കുലേഷൻ 10th ഡീറ്റെയിൽസ് കൊടുക്കുക. 10th ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റുഡന്റിന്റെ SSLC രജിസ്റ്റർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇയർ ഓഫ് പാസിംഗ് 2018 ആണ്, 18 എന്ന് ഇവിടുന്ന് സ്ക്രോൾ ചെയ്ത് എടുക്കുക. അപ്പൊ അങ്ങനെ പറയുമ്പം നിങ്ങൾ ഓൾറെഡി DCE സ്കോളർഷിപ്പിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. You have already registered. Please do candidate login and enter or edit your details for applying scholarship. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇവിടെ ഫിൽ ചെയ്യാം. പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൾറെഡി അവിടെ എംബഡഡ് ആയിട്ട് വരും. നെയിം ഓഫ് കാൻഡിഡേറ്റ് എൻ്റർ ചെയ്യാം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതർ ഡീറ്റെയിൽസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അഡ്രസ് ആണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് സെയിം ആസ് യുവർ പ്രസന്റ് അഡ്രസ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാം. അതേപോലെ ഏത് ജില്ലയിലാണെന്ന്, കോഴ്സ് ഏതാണ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ ഇയർ ഓഫ് പാസിംഗ്, പ്രീവിയസ് സ്കോളർഷിപ്പ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് എന്നതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാം. പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാം. Then you can select a username will be the 010 SSLC register number and year of passing of SSLC, അതായിരിക്കും യൂസർ ID. ഇനി ന്യൂ പാസ്വേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, റീ എൻറ്റർ ചെയ്യാം. അതിനുശേഷം ഡിക്ലറേഷൻ അഗ്രി ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫൈനൽ സബ്മിഷൻ നടത്താം. അതാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ. വളരെ സിമ്പിൾ ആണ്. ഇനി ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ
ഈ ഒരു മെസ്സേജ് വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ DMW സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ പോകുമ്പം നിങ്ങൾ രജിസ്ട്രേഷൻ ID ഫസ്റ്റ് ടൈപ്പ് ചെയ്യാം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് പാസ്വേഡ്, ദെൻ സെലക്ട് ഫ്രഷ് കാൻഡിഡേറ്റ്, ഫസ്റ്റ് ഇയേഴ്സ് ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും. റിന്യൂവൽ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ടഡ് ആയ സെക്കൻഡ് ആൻഡ് തേർഡ് ഇയറിൽ റിന്യൂവൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡയറക്റ്റ് യു ടു ദിസ് പേജ്. അങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങൾ ലോഗിൻ രജിസ്ട്രേഷൻ ഐഡിയും നെയിമൊക്കെ ഇവിടെ വരും. അതേപോലെ എഡിറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ്, സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ്, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് എൻറ്റർ ചെയ്യാവുന്ന. ദെൻ നിങ്ങൾ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കും CHMS എന്നൊരു ഐക്കൺ ഇവിടെ കാണാം. ഓൾറെഡി അപ്ലൈ ചെയ്ത സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ CHMSൽ ക്ലിക്ക് ചെയ്യുമ്പോൾ it will ask you some other details, annual income, religion, and whether BPL or hosteler. Then you can submit it. അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. റീസെന്റ് ഫോട്ടോ, റീസെന്റ് സിഗ്നേച്ചർ, അതേപോലെ SSLC സർട്ടിഫിക്കറ്റ് ആൻഡ് റേഷൻ കാർഡ് കോപ്പി. അപ്പോൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്യാൻ PDF or JPG file allowed to upload, and the signature photo JPG file only allowed. File size should be 200 KB. Then you can select that. Then after that, finally submit the application. Application submit ചെയ്തതിന് ശേഷം കോളേജ് നോഡൽ ഓഫീസർക്ക് ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട്, അതേപോലെ SSLC +2 BHC ഇനി PG ആണെങ്കിൽ ബിരുദം തുടങ്ങിയവിടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, അലോട്ട് മെമ്മോയുടെ പകർപ്പ് എന്ന് പറയുന്നുണ്ട്, അത് അവൈലബിൾ ആണെങ്കിൽ കോപ്പി കൊടുക്കുക. അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്ക് ഒന്നാമത്തെ പേജിന്റെ പകർപ്പ്, അതേപോലെ ആധാർ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ NPR കാർഡിന്റെ പകർപ്പ്, the nativity certificate copy, community certificate copy, and income from village office, റേഷൻ കാർഡിന്റെ കോപ്പി. ഇത്രയും കാര്യങ്ങളോടുകൂടി അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും കോളേജിൽ നോഡൽ സെന്ററിന് സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് നോഡൽ ഓഫീസർ അത് ഫൈനലി വെരിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ കേസിൽ ആ അപേക്ഷ സ്റ്റേറ്റ് നോഡൽ സെന്ററിലേക്ക് അയക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ തീർച്ചയായും നോഡൽ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അത് അയക്കാൻ പറ്റൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.